മീനത്തിന്റെ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെ വിളിച്ചിട്ട് ദേവയാനി പറയാണ്, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ അമ്മയെ കാര്യം, എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പൊ ദേവയാനി പറയാണ്, എന്താ പറഞ്ഞാൽ വരില്ലെന്ന് ചോദിക്കുമ്പോൾ വരാം, അതല്ല അമ്മ ഇങ്ങനെ വിളിക്കാറല്ലോ അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് വാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശിയെ കാണിക്കാനും മുത്തശ്ശിയാണെങ്കിൽ ആകെപ്പാടെ എന്താമെന്നറിയാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവയാനി ആണെങ്കിലോ നയനയുടെ വരാനായിട്ട് കാത്തിരിക്കാൻ കേട്ടോ. ജലജയാണെങ്കിലോ അവളിങ്ങോട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിൽ ജലജയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നു നയന പുറത്തു നിന്നും ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ നയന കയറി വരുമ്പോൾ തന്നെ ഒരു മിന്നലടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നയന വന്ന പാടെ ദേവയാനി ചോദിക്കുകയാണ്, ആഹാ ജോലിയൊക്കെ കഴിഞ്ഞോ, അല്ല എന്റെ മോനെത്ര കൂലി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ, ഓ അവക്ക് മനസ്സിലായില്ലായിരിക്കും, അല്ല നീ എത്ര രൂപ ആദർശിന് കൂലി കൊടുത്തെന്ന ചേച്ചി ചോദിച്ചെന്ന് പറയുകയാണ്. ദേവയാനി പറയാണ്, എന്തായാലും മിണ്ടാതെ നിൽക്കുന്നത് പറടി എന്ന് പറയുമ്പം അവൾ ചോദിക്കുകയാണ്, എന്താ അമ്മ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ഒന്നും മനസ്സിലായില്ലല്ലേ, എങ്കിൽ പിന്നെ ദാ ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയുടെ കയ്യില് ആ ഫോൺ കൊടുക്കാണ്. നയന ആ ഫോൺ വാങ്ങിച്ചിട്ട് നോക്കുമ്പോ നയന ആകെപ്പാടെ അങ്ങ് ഷോക്കായി പോകുന്നു. ആദർശം നയനയും കൂടെ കൂടിയിട്ട് നയനയുടെ വീട്ടിൽ വെച്ച് ആ ചെളിയിൽ ചവിട്ടിയ ആ രംഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് അബിയുടെ ഫോണിലായിട്ടുണ്ടല്ലോ ആ ഒരു വീഡിയോ കാണിക്കുകയാണ്. അതുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഇനി അടുത്ത് എന്തായിരിക്കും സംഭവിക്കാന്ന് ഓർത്ത്. ദേവയാനി ചോദിക്കുകയാണ്, ഇതാണ് ഞാൻ ചോദിച്ചത്, എത്ര രൂപ ശമ്പളമാണെന്നുള്ള കാര്യം. അപ്പൊ നയനെ പറയാണ്, ശമ്പളത്തിനൊന്നുമല്ല ആദർശം അതൊന്നും ചെയ്തത്, ആദർശം വീട്ടിൽ വന്നിട്ട് പോയപ്പം ചെളിയിൽ ചവിട്ടി, എന്തായാലും ചവിട്ടി വരില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചവിട്ടാൻ നിർബന്ധിച്ചെന്ന് പറഞ്ഞപ്പം ദേവേനി പറയാണ്, എനിക്ക് തോന്നിയടി എന്റെ മകനെ കൊണ്ടുപോയി ഇമാതിരി പണിയൊക്കെ ചെയ്യിപ്പിച്ചത് നീ തന്നെയാണെന്ന് എനിക്കറിയാമടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. നിന്റെ വീട്ടിലുള്ളവര് നിന്നെയും നിന്റെ ചേച്ചിനെയും ഇങ്ങോട്ടേക്ക് കെട്ടിച്ചിട്ടത് തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ. എന്റെ മകനെ അവിടെ കൊണ്ട് നീ ജോലി ചെയ്യിപ്പിച്ചല്ലേ, എന്റെ മകൻ ഓഫീസിൽ ചെയ്യുന്നതിലും ഇരട്ടി ജോലിയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര രൂപ നീ കൂലി കൊടുത്തു എന്നുള്ളത്. അപ്പൊ നയനെ പറയാണ്, അതിനെന്താ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്, ആദർശമായിട്ടും ജോലിയൊന്നും ചെയ്തതല്ലോ, ഒരു രസത്തിന് വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നടന്ന ആരാ വീടെടുക്കുന്നെന്ന് ഒരു പിടുത്തവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ജലജ ചോദിക്കുകയാണ്, നീ എന്താണ് എന്റെ ഏടത്തിയോട് വീണ്ടും വീണ്ടും തർക്കത്തിന് പറഞ്ഞു ചോദിക്കുന്നു. നയന് പറയാണ്, തർക്കുത്തരമല്ല ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ ജലജയും അവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ദേവയാനി പറയുന്നുണ്ട് നയനയോട്, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛൻ ഭൂലോക ഫ്രോഡാ, നിന്റെ അമ്മയാണെങ്കിൽ പിഴച്ച് നടന്നവളായിരിക്കും, അങ്ങനെയായിരിക്കും അങ്ങേറെ തലയില് അവള് വന്ന് പെട്ടത്. അതേ സമയത്ത് തന്നെ നിന്റെ ചേച്ചിക്ക് സംഭവിച്ച പോലെ തന്നെ നിനക്ക് സംഭവിച്ചിരിക്കണം. അതിനു മുമ്പേ എന്റെ മോന്റെ തലയിലേക്ക് വന്ന് കയറി നിനക്ക് വയറ്റിലൊരു കുഞ്ഞു കൊടുത്തതിന് ശേഷമേ എല്ലാവരും അറിയുള്ളായിരുന്നു പറഞ്ഞിട്ട് നയനെ എന്റെ അമ്മേനെയും അച്ഛനെയും കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നയനെ തിരിച്ചു പറയാൻ കേട്ടോ ദേവയാനിയോട്, എന്റെ അമ്മ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ അമ്മായിയമ്മയും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഭയങ്കര മോശമായിട്ടാണ് കനയെക്കുറിച്ച് ദേവയാനി സംസാരിച്ചത്. അപ്പൊ പറയാണ്, എന്റെ അമ്മായിമ്മയാണെങ്കിൽ സ്വന്തം മകനെ വളർത്തിയതിനു ശേഷം അവനൊരു താക്കോൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്, എങ്ങോട്ടും പോകാൻ പോലും അനുവദിക്കാതെ അമ്മയുടെ ചൊൽപ്പടിക്ക് ജീവിതകാലം മൊത്തം ജീവിക്കണം എന്നാണ് ആഗ്രഹം, ഭാര്യയോട് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. ഇങ്ങനെ നിങ്ങൾ ജീവിക്കാതിരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ മോനെ പ്രസവിച്ചതെന്ന് ചോദിക്കുന്ന കേട്ടോ കേട്ടോ ആദർശ് വരുന്നത്. അല്ല അതിന് മുമ്പ് നയനയും നയനയുടെ വീട്ടുകാരെ മോശമായിട്ട് പറഞ്ഞൊന്നും അവര് കേട്ടില്ല, ആദർശ് കേട്ടില്ലായിരുന്നു. എടി നീ എന്താണ് എന്റെ അമ്മയെ പറഞ്ഞെന്ന് ചോദിച്ച് കൈ ഇങ്ങനെ ഉയർത്തുമ്പോഴത്തേക്ക് മുത്തശ്ശൻ ഡാ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ആദർശ് കൈ താത്തിടുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ബഹളം, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവള് നവ്യ പറയാണ്, ഇത് കണ്ടോ മുത്തശ്ശ, ആദർശേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി അവള് വീട്ടില് ചെളിയെ ചവിട്ടിച്ചിരിക്കുന്നു, അതൊക്കെ തെറ്റല്ലേ, അത് ചോദിക്കാൻ ചെന്ന അപ്പച്ചിയെ അവള് വഴക്കം പറഞ്ഞു, അതും തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതിലിപ്പോ എന്താ അത്ര തെറ്റ് കാണുന്ന നവ്യെ, അതൊക്കെ ഒരു ജോലിയല്ലേ, അതിനകത്ത് തെറ്റ് കാണേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നയനെ പറയാണ്, ഏതോ ആരാന്നറിയില്ല അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു, അത് അവിടുത്തെ പ്രശ്നം, അമ്മ എന്നെ കുറിച്ച് കുറെ മോശമായിട്ട് പറഞ്ഞു എന്റെ വീട്ടുകാരെ കുറിച്ചും, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് നയനെ പറയാണ്. അല്ലാതെ ഞാൻ ഒന്നുകൊണ്ടും പറഞ്ഞല്ല, ദേവയാനി അമ്മയാണെങ്കിൽ എന്നെ കുറെ പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞതിലൊക്കെ എന്താ തെറ്റുള്ളതെന്നൊന്ന് അതിനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദനെ കാണിക്കുകയാണ്. ഗോവിന്ദൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് കനകം വന്നിട്ട് പറയാണ്, ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും ഇല്ല, മാനം തെളിഞ്ഞിട്ടും ഇല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇതൊക്കെ പറക്കി അകത്തേക്ക് വയ്ക്കാമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ഇത് ഫെബ്രുവരി മാസമല്ലേ, മഴയൊന്നും പെയ്യില്ല എന്ന് പറയുമ്പോൾ കനകം പറയാണ്, അഥവാ പെയ്താലോ നമ്മുടെ മോള് പാവം അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും ബഹളമൊക്കെ കേട്ട് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, ഇതങ്ങനെ നശിച്ചുപോലെ അവർക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ്, നമ്മളോട് ഉണ്ടല്ലോ, നമുക്ക് മഴ പെയ്യുകയാണെങ്കിൽ എടുത്ത് വെക്കാമെന്ന് പറയാണ്. കനകത്തോട് ചോദിക്കുകയാണ്, നീ മോളെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇത്രയും
ഇത്രയും പണിയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ അമ്മായിമ്മയ്ക്ക് പിടിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് പറയാണ്, മതി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, ഇനി നീ ഇവിടെ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. നിന്റെ സമയം കഴിഞ്ഞു. എന്റെ അമ്മേനെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് അറിയാമല്ലോ. എന്നിട്ട് നീ എന്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഇറങ്ങി പോയേ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുമ്പോൾ മുത്തശ്ശി, എടാ നീ എന്തൊക്കെയാ പറഞ്ഞു ചോദിക്കുമ്പോൾ വേണ്ട, ആരും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മുത്തശ്ശ, ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. മുത്തശ്ശൻ പറഞ്ഞ് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞാൻ പറയാണ്, നയനയുടെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു. നയന ഇനി മുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല. മുത്തശ്ശൻ ഇതിന് എന്നെ സമ്മതിക്കണം. മുത്തശ്ശന്മാരെ ഇവള് വിവാഹം കഴിച്ചത്, പക്ഷെ എനിക്കിപ്പം ഇവിടെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനും മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഓരോ ദിവസം കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നേരത്തെ ഇവിടെ ഒരുപാട് സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ നീ വന്ന് കയറിയ പിന്നെ സമാധാനം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയാണ്, മുത്തശ്ശ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇല്ല ഞാൻ ഇടപെടില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും നയനെ പറയാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് എന്താ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ? നിങ്ങളുടെ അമ്മ നമ്മൾ തമ്മിൽ ജീവിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? നമ്മൾ സ്നേഹത്തോടെ വന്നപ്പം അമ്മ എന്താ പറഞ്ഞത്? നീ സ്നേഹിക്കരുതെന്നല്ലേ പറഞ്ഞത്? ഇനി അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ നയനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എന്താ ചായക്കോ, ഞാൻ ഇനി ഒന്നിനും ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ മൗനം പാലിച്ച് നിൽക്കാണ്. എന്നിട്ട് ആദർശ് പറയാണ്, മതി, ഇനി നീ ഇറങ്ങിക്കോ. എന്റെ അമ്മേനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ് എടുത്തോളാം, നിന്റെ വാക്ക് സമ്മതം എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, അങ്ങനൊന്നും പറയരുത് ആദർശേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഈ കൊച്ചുമോൻ പറഞ്ഞൊക്കെ കേട്ടില്ലേ? നിങ്ങളൊന്ന് പറ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയണ, ഇല്ല ഞാനൊന്നും പറയുന്നില്ല, ഞാനിതിൽ ഇടപെടുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അകത്തേക്ക് കയറി പോകുമ്പോൾ എല്ലാവരും ആകപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആദർശ് പറയുന്നു, കണ്ടോ, മുത്തശ്ശന് പോലും മനസ്സിലായി നിന്റെ കള്ളത്തരവും അഭിനയം എല്ലാം. അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല, മര്യാദയ്ക്ക് വാടി, ഇറങ്ങി പോടി എന്നും പറഞ്ഞിട്ട് ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. മുത്തശ്ശി കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ ആദർശ് കൈ വിടും മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നയനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴും ആ നയനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ദേവ്യാനി അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണ്, നമ്മളെ ജീവിക്കാൻ ഒതുക്കിയ തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി എന്ന് നയനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ആദർശ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും ജലജയും അവരുടെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നവ്യാണെങ്കിലോ ഈ ഒരു കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അനി ചോദിക്കുകയാണ്, ഇപ്പൊ ഇങ്ങനെ തടി ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേ? എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ പോയിരിക്കുകയല്ലേ, അവരെങ്ങാനും തിരിച്ചു വരുമ്പം ഇതറിഞ്ഞാൽ എന്തുമാത്രം വിഷമാവെന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറയാണ്, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, അത്രത്തോളം നീ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ അമ്മായിമ്മ. അങ്ങനെ ആദർശ് നയനെ പിടിച്ചു വലിച്ചുകൊണ്ട് അനന്തപുരി തറവാടിന്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നല്ല മഴയ്ക്കുള്ള കോളൊക്കെ വന്ന് ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പുറത്തേക്ക് നിന്നിട്ട് പുറത്തേക്ക് പിടിച്ച് തള്ളി വിടുന്നുണ്ട് കേട്ടോ തറയിലോട്ട്. അങ്ങനെ നയന ചെന്ന് തറയിലേക്ക് വീഴുകയാണ്. എന്നിട്ട് ആദർശ് ഇങ്ങനെ അവളെ കല്ലിപ്പിച്ച് നോക്കിയിട്ട് പറയാണ്, മതി, ഇനി ഇവിടുത്തെ നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്കും താഴെ വീണ നയന, ആദർശേട്ടാ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ, നമ്മൾ തമ്മിൽ ജീവിക്കാൻ നിങ്ങളുടെ അമ്മ സമ്മതിക്കുന്നുണ്ടോ? ആ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് ആദർശേട്ടൻ അമ്മ എൻ്റെ വീട്ടുകാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് നയന. എനിക്കൊന്നും കേൾക്കണ്ട, ഇനി നിന്റെ മോഹം ഇനി കാണുകയും വേണ്ട. ഈ അനന്തപുരം തറവാട്ടിൽ നിന്ന് സമാധാനം വേണം, നീയാണ് എല്ലാവർക്കും സമാധാനക്കേട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ ഇനിയോട് വേണ്ട എന്ന് നയനോട് ആദർശ് പറയുന്നുണ്ട്. നയനയാണെങ്കിലോ, ആദർശേട്ടാ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ അനിയും ജലജയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. മുത്തശ്ശി പറയണം, മോനെ ഇങ്ങനൊന്നും ചെയ്യരുത്, ഇത് മഹാപാപമാണ് നീ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി, എനിക്കൊന്നും കേൾക്കണ്ട, ഇവളിനി അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജലജ പറയാണ്, അമ്മ എന്തിനാ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ? ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസല്ലേ, അവർ തമ്മിൽ തീർത്തോളും, അമ്മ ഇങ്ങോട്ട് കയറി വന്നെന്ന് പറയുമ്പോൾ നീ വിരടി, എനിക്ക് പ്രഷറൊന്നും കൂടുന്നില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനിയും വന്നിട്ട് പറയാണ്, ചേട്ടാ ഈ ചെയ്യുന്നത് മഹാപാപമാണ്, ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഞാൻ ഇവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ അടി നിനക്കിട്ട് ഇപ്പൊ തരും, ഞാൻ മര്യാദയ്ക്ക് കയറി പോടാ എന്ന് പറഞ്ഞിട്ട് അനിയെ വഴക്ക് പറയുമ്പം അനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് ആദർശോട് നയനെ ചോദിക്കുകയാണ്, ഞാൻ എങ്ങോട്ട് പോകാൻ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ, നീ എപ്പോഴും പറഞ്ഞല്ലോ നിന്റെ വീട്, അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോ, നീ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ 3 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണെന്ന്, ഇതുപോലെ മക്കളെ വളർത്തി പേരുദോഷം കേൾപ്പിച്ചു വിട്ടാൽ പിന്നെ ആർക്കും അറ്റാക്ക് വരാതിരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് കയറി ചെല്ല്, അയാൾ ചാവട്ടെ, അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊന്നും പറയരുത് ആദർശേട്ടാന്ന് പറയാണ്. വെളിയിലോട്ടിറക്കാം, നിനക്ക് നല്ല വാക്ക് സാമർത്ഥ്യമല്ലേ, ഏതെങ്കിലും ഓട്ടോ കിട്ടും, ഓട്ടോയ്ക്ക് കയറി അങ്ങ് പോയാൽ മതി, ബാക്കിയുള്ളവരെ സമാധാനവും കളയണ്ട, ഇനി മേലെ നിന്നോട് കണ്ടുപോയേക്കരുത്, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി അനന്തപുരം തറവാട്ടിൽ നീ ഉണ്ടാവാൻ പാടില്ല, ഇത് പറഞ്ഞത് ആദർശാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ഞാൻ ആദർശിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ആദർശേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ആദർശേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും കഴിഞ്ഞു വിടടി എന്ന് പറയാണ് ആദർശ്. ഇനി ഇത് എന്റെ ലാസ്റ്റ് വാക്കാണ്, മര്യാദക്കിനി ഇവിടുന്ന് ഇറങ്ങി പോയിക്കോണം, മഴ തോരുന്നവരെ ഞാൻ കാക്കും, അതുവരെ വെള്ളം കയറി നിന്നിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോക്കണം. മുത്തശ്ശൻ തന്നെ കണ്ടോ നിന്നോടൊരു വാക്കുപോലും മിണ്ടാതെ കയറിപ്പോയത്, അതാണ് നിന്റെ സ്വഭാവം, മുത്തശ്ശന് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് നയനയെ
കയ്യിൽ പിടിച്ച് തള്ളിവിട്ടിട്ട് ആദർശ് അകത്തേക്ക് കയറി പോകുന്നു. നയനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വെളിയിൽ നിൽക്കാൻ കേട്ടോ. അതേ സമയത്ത് തന്നെ ആദർശ് അകത്തേക്ക് കയറി വന്നിട്ട് വാതിലടയ്ക്കുമ്പോൾ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. എടാ നീ ചെയ്തത് മഹാപാപമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആദർശേ, നീ മാറിക്ക് അങ്ങോട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഈ സീനെല്ലാം കണ്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ നവ്യാണെങ്കിൽ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ആർത്തുല്ലസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി അനി വന്നിട്ട് പറയാണ്, ഏട്ടാ ഈ കാണിച്ചത് എന്തായാലും വലിയ തെറ്റായിപ്പോയി. എന്നിട്ട് മുത്തശ്ശി പറയാണ്, എടാ അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നിന്റെ അമ്മയുണ്ടല്ലോ നിന്റെ ദേവയാനി അങ്ങനെ തന്നെയാ പെരുമാറുന്നത്. നീയും നിന്റെ ഭാര്യ ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് എപ്പോഴും നിന്നെ അവളുടെ കാൽക്കീഴിൽ തന്നെ വെക്കണം, അത് തന്നെ ആഗ്രഹം. നയനമോള് പറഞ്ഞത് 100% ശരിയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോ ദേവയാനി ഇങ്ങനെ കണ്ണുരുട്ടി മുത്തശ്ശി ഇങ്ങനെ നോക്കാൻ കേട്ടോ. എന്താടി ഞാനീ പറഞ്ഞത്, നിനക്ക് നിന്റെ മോനെ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഇറക്കി വിടണോ? എങ്കിലും ഇറക്കി വിടടി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, മുത്തശ്ശിന്റെ മൗനം മറ്റെന്തോ ഒരു കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതാവുള്ളൂ, മുത്തശ്ശിന്റെ മൗനത്തിൽ മറ്റെന്തോ അർത്ഥമുണ്ട് എന്ന് പറയാണ്. അപ്പൊ ജലജയും നയനേനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയന ഇങ്ങനെ ആ പേരുമഴയത്ത് ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നതാണ്. ആദർശ് തന്നോട് ചെയ്യുന്ന ഈ ഒരു ക്രൂരത ഓർത്തിട്ട് നയന ആ മഴയത്ത് കരഞ്ഞുകൊണ്ട് നനഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.